3 ജില്ലകളുടെ സമഗ്ര വികസനത്തിൽ നിർണായക പങ്കുവഹിക്കാനിരിക്കുന്ന കൊല്ലം തേനി ദേശീയപാത NH-183 ആദ്യഘട്ട വികസനത്തിലുള്ള അലൈൻമെന്റിന് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അംഗീകാരം ലഭിച്ചു. കിഴക്കൻ കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്ന ഈ പദ്ധതി 4 വരിപ്പാത ആയാണ് നടപ്പാക്കുന്നത്. കൊല്ലം ജില്ലയിലെ കടവൂരിലുള്ള ദേശീയപാത 66 നിന്നാണ് NH-183 ആരംഭിക്കുന്നത്. തുടർന്ന് പത്തനംതിട്ടയും ഇടുക്കിയും കടന്ന് കേരള തമിഴ്നാട് അതിർത്തിയായ കുമിളി വരെ എത്തുന്ന ഈ പാത ഏകദേശം 215 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ നൽകിയ ഔദ്യോഗിക മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ വ്യാപാര രംഗത്തും വിനോദസഞ്ചാര മേഖലയിലും ചരക്കു ഗതാഗതത്തിലും വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ് വികസനത്തിന്റെ അലൈൻമെന്റിന് അന്തിമ അംഗീകാരം ലഭിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചതോടെയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവന്നത്. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൊല്ലം ചെങ്ങന്നൂർ വിഭാഗത്തിലെ കടവൂർ ആഞ്ഞിലിമൂട് ഭാഗത്തിന്റെ അലൈൻമെന്റ് നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു. കടവൂർ വയ്യങ്കര ഭാഗത്തിന് 2022 സെപ്റ്റംബർ 6-നും വയ്യങ്കര ആഞ്ഞിലിമൂട് ഭാഗത്തിന് 2022 ഓഗസ്റ്റ് 4-നും അനുമതി നൽകിയതായി മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ആദ്യഘട്ടത്തിൽ 62.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത വികസനം ഔദ്യോഗികമായി ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം വളവുകൾ പരിഷ്കരിച്ചതിനാൽ ഈ ഭാഗത്തിന്റെ ദൈർഘ്യം ഏകദേശം 58 കിലോമീറ്ററായി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പേവ് ചെയ്ത ഷോൾഡറുകളോട് കൂടിയ 2 ലെയിൻ റോഡായി പദ്ധതിയിട്ടിരുന്ന NH-183 നിലവിലുള്ള ഗതാഗത സമ്മർദ്ദവും ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ഗതാഗത ആവശ്യകതകളും വിലയിരുത്തിയ ശേഷമാണ് 4 ലെയിൻ ഹൈവേ ആയി വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 2025 ഫെബ്രുവരി 4-ന് കൊല്ലം കളക്ടറേറ്റിൽ ചേർന്ന കൺസൾട്ടേഷൻ കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ഇതോടെ കൊല്ലം മുതൽ കിഴക്കൻ കേരളത്തിലേക്കുള്ള യാത്രയും ചരക്ക് ഗതാഗതവും ഏറെ സുഗമമാകുമെന്നാണ് വിലയിരുത്തൽ. കടവൂർ മുതൽ ആഞ്ഞിലിമൂട് വരെയുള്ള ഭാഗത്തിനായുള്ള വിശദമായ പദ്ധതി രേഖ ഇതിനകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. അതേസമയം ആഞ്ഞിലിമൂട് മുതൽ കുമിളി വരെ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള ശേഷിക്കുന്ന ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2025 ഡിസംബറിലെ 3-ാം പാദത്തിൽ നടന്ന ദിശായോഗത്തിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയ ഔദ്യോഗിക രേഖകൾ പ്രകാരം NH-183 കടവൂർ ആഞ്ഞിലിമൂട് ഭാഗത്തിനായുള്ള ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം 2025 മാർച്ച് 19-ന് ഭൂമിരാശി പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കുകൾ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും സ്റ്റാൻഡിംഗ് ഫിനാൻസ് കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി ഫയൽ കൈമാറിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി നിലവിലെ രൂപത്തിൽ അംഗീകരിക്കപ്പെട്ടാൽ ഏകദേശം 2000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും പുതുക്കിയ DSR പ്രകാരം ചെലവ് 2200 കോടി രൂപ വരെ ഉയർന്നേക്കാമെന്നും വിലയിരുത്തുന്നു. സ്ഥലം ഏറ്റെടുപ്പിന് സംസ്ഥാന സർക്കാർ 25% വിഹിതം വഹിക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്ര ഹൈവേ മന്ത്രാലയം കേരള സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പരിമിതികൾ ചൂണ്ടിക്കാട്ടി കൊല്ലം തേനി ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുപ്പിന് സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ നിർമ്മാണ ചെലവും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം തന്നെ വഹിക്കുമെന്ന് ഉറപ്പായത്. നിലവിൽ അംഗീകരിച്ച അലൈൻമെന്റ് പ്രകാരം NH-183 വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.